എമിലി എന്നൊരു സ്ത്രീ ഒരു ചെറുകിട ബിസിനസ് ഉടമയായിരുന്നു. തൻ്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കാൻ ദിവസത്തിൽ ആവശ്യത്തിന് മണിക്കൂറുകൾ ഇല്ലെന്ന് അവൾ എപ്പോഴും കരുതിയിരുന്നു. അവൾ എല്ലാ ദിവസവും ദീർഘനേരം ജോലി ചെയ്തു. പക്ഷേ തനിക്ക് വേണ്ടത്ര പണം സമ്പാദിക്കാൻ കഴിയുന്നില്ലെന്ന് അവൾക്ക് തോന്നി. ഒരു ദിവസം എമിലി ഒരു വിജയകരമായ ബിസിനസ്സുകാരനായ ഒരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി. സമയം പണമാണെന്നും സമയം പാഴാക്കിയാൽ പണം പാഴാകുമെന്നും അവളുടെ സുഹൃത്ത് എമിലിയോട് പറഞ്ഞു. എമിലി ആശയക്കുഴപ്പത്തിലായി. അതിനാൽ സമയം വിലപ്പെട്ടതാണെന്നും ഒരു ബിസിനസ് നടത്തുമ്പോൾ ഓരോ സെക്കൻഡും പ്രധാനമാണെന്നും അവളുടെ സുഹൃത്ത് വിശദീകരിച്ചു. ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുകയോ സഹപ്രവർത്തകരുമായി ചാറ്റ് ചെയ്യുകയോ പോലുള്ള അപ്രധാനമായ കാര്യങ്ങളിൽ താൻ ധാരാളം സമയം പാഴാക്കുകയാണെന്ന് എമിലി മനസ്സിലാക്കി. തൻ്റെ സമയം കൂടുതൽ ചിട്ടയോടെയും കാര്യക്ഷമമായും കൈകാര്യം ചെയ്യണമെന്ന് അവൾ മനസ്സിലാക്കി. എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും തൻ്റെ ജോലികൾക്ക് മുൻഗണന നൽകാനും തുടങ്ങി. ചില ജോലികൾ തൻ്റെ ജീവനക്കാർക്ക് ഏൽപ്പിക്കുകയും പേപ്പർ വർക്കുകളിൽ സഹായിക്കാൻ ഒരാളെ നിയമിക്കുകയും ചെയ്തു. അവൾ കർശനമായൊരു ഷെഡ്യൂൾ നിശ്ചയിക്കുകയും ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പതുക്കെ എമിലിയുടെ ബിസിനസ് വളരാൻ തുടങ്ങി. അവൾ കൂടുതൽ പണം സമ്പാദിക്കാൻ തുടങ്ങി. സമയ മാനേജ്മെന്റ് തൻ്റെ വിജയത്തിന് നിർണായകമാണെന്നും തൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് തൻ്റെ സമയം വിവേകപൂർവ്വം ഉപയോഗിക്കേണ്ടതുണ്ടെന്നും അവൾ മനസ്സിലാക്കി. സമയം പണമാണ് എന്ന പഴഞ്ചൊല്ല് എമിലി ഒരിക്കലും മറന്നില്ല. എപ്പോഴും തൻ്റെ സമയം കാര്യക്ഷമമായി ഉപയോഗിക്കുമെന്ന് അവൾ ഉറപ്പുവരുത്തി.